ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറഞ്ഞാൽ കാപ്പിൽ ബീച്ചിലോട്ടാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും വാനിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അതിമനോഹരമായ നമ്മുടെ കടലിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് തീരപ്രദേശം വഴിയാണ് ഗൈസ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ കാപ്പിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് വഴിതെറ്റി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാ കണ്ട് എന്ത് മനോഹരമാണ് അവിടുത്തെ കാഴ്ചയെന്ന് അറിയാമോ. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നമുക്ക് നടക്കാനുണ്ട്. ഇപ്പുറം കടലും ഇപ്പുറം കായലുമാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2 ഐസ്ക്രീം ഒക്കെ വാങ്ങി അതും വാങ്ങി കഴിച്ചുകൊണ്ട് ഞങ്ങൾ കാപ്പിൽ ബീച്ചിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് തുടങ്ങി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, നല്ല തെളിനീര് പോലുള്ള വെള്ളം. ഈ കായലിന് വലിയ ആഴമൊന്നുമില്ല. ഇവിടെ നമുക്ക് ആ നടുക്കോട്ടൊക്കെ നല്ലതുപോലെ ഇറങ്ങി നിൽക്കാനൊക്കെ ആയിട്ട് പറ്റും ഗൈസ്. ഉച്ച ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് മീനൊക്കെ കണ്ടോ ഗൈസ്. ഈ സമയം ആയതുകൊണ്ടാണ് ഈ മീനൊക്കെ കാണാൻ പറ്റുന്നത്. വൈകുന്നേരം വന്നാൽ അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അടുത്ത ഞങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഗൈസ്, അങ്ങ് കാണുന്ന മരങ്ങളൊക്കെ കണ്ടോ, നമുക്ക് അങ്ങ് എത്തണം നടന്നു. അങ്ങനെ ഞാൻ കായലിൻ്റെ ഓരം പിടിച്ച് ഞാനങ്ങ് നടന്നു ഗൈസ്. അൻസൊക്കെ അവിടെ മണലിൽ കൂടെയൊക്കെ അവിടുത്തെ ഇവിടത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു ഉച്ച ആയതുകൊണ്ട് തന്നെ. മണലെല്ലാം നല്ല ചൂടായി കിടക്കുമായിരുന്നു ഗൈസ്. എന്നിരുന്നാലും നല്ല രസമായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കപ്പിൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് കടലിൻ്റെ ഭംഗിയും അവിടെയുള്ള ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നടന്നു ഗൈസ്. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പുറത്തേനെയും കായിട്ട് അതിമനോഹരമായിരുന്നു ഇവിടെയും കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ നിന്ന് കളിച്ചതിന് ശേഷം എന്തോ അൻസൊക്കെ അവിടെ മരത്തിൽ കുരങ്ങന്മാരെ കണക്ക് തൂങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ സമയമൊന്നും ഞങ്ങളുടെ അത് പോയി. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു മരം കണ്ടപ്പോൾ ആ മരത്തിൽ കയറണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ആ മരത്തിലൊക്കെ പോയി കയറി ഗൈസ്. കയറാനേ എളുപ്പമുണ്ടായിരുന്നു, ഇറങ്ങാൻ ഇത്തിരി പാടില്ല. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ നടക്കാൻ നേരമാണ് ഈ താറാക്കൂട്ടങ്ങളെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് അത് കാണാൻ. അത് ഞങ്ങൾ വരുന്ന കണ്ടുകൊണ്ട് തിരിച്ച് അത് പിന്നെയും വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങി. വെള്ളത്തിലോട്ടാണ് ഗൈസ് അവർ പൊയ്ക്കോട്ടിരിക്കുന്നത്. ഇത് നോക്കി എന്ത് രസമാണ് ഈ കാഴ്ചയൊക്കെ കാണാനെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഞങ്ങളെയും കാത്തത് ആ ഒരു കുടയും 2 കസേരയും കിടക്കുന്നുണ്ട്. ആ കസേരയും ആ ഒരു കുടയും കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് പിന്നെ പോകാൻ തോന്നിയില്ല ഗൈസ്. ഇത്രയും വൈബുള്ളൊരു സ്ഥലം ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമുക്കിനി എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഇതാ ഈ ഒരു കസേര ഇട്ട് ഇതേപോലെ വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്നാൽ മതി ഗൈസ്. അത്രയ്ക്ക് രസമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ എങ്ങോട്ടും പോയില്ല. അവിടെ തന്നെ കുറേ നേരം ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ഗൈസ്. ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞണ്ടിൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നപ്പോഴായിരുന്നു ഒരു മദാമ സൺബാത്തിന് വേണ്ടിയിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്.